ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് റമദാൻ 2 അപ്പം ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇതാ അടുക്കളയിലെത്തിയപ്പോഴാണ് ഉമ്മ ഉള്ളി നന്നാക്കുന്നത് കണ്ടത്. അപ്പോഴാണ് ഹെൽപ്പറായിട്ടുള്ള ഒരാളെ കണ്ടത്. കണ്ടോ? ഇതാ ഇത്താത്ത തുമ്പിയും പിടിച്ച് ഡാൻസ് കളിച്ച് വരുന്നത് കണ്ടോ കേട്ടോ. കപ്പിൾ ഡാൻസ് തുമ്പി ചിരിക്കണ കണ്ടോ ഗൈസ്. തക്കാളി ചെന്നപ്പോ രണ്ടാളെ കൂടി എന്തോ കാണിക്കണ്ട കേട്ടോ തക്കാളി വെച്ചിട്ട്. അതാ ഒരാൾ താഴേക്കൊക്കെ ഉണ്ട്. മത്സരം കേട്ടോ ഗൈസ്. കഴിഞ്ഞ് ഞാൻ സീരിയസ് ആയിട്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടന്നു. സവാള നന്നാക്കുക. തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ചിക്കൻ പൊരിച്ച് ബിരിയാണി വെക്കാനുള്ള മസാല ഇവിടെ ഇതാ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഇങ്ങനെ ഇളക്കി 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 എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ പൊരിച്ച ബിരിയാണി. ഞാൻ ആദ്യം തന്നെ തൈര് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് നിന്നിട്ടോ. ലാസ്റ്റ് ചോറായി കഴിയുമ്പം തൈര് ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാ. അങ്ങനെ ബിരിയാണിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടോ. സവാളയും തക്കാളിയും മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം ചതച്ച് ഒക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഗരം മസാലയും പൊടിച്ച് വെച്ചിട്ടുണ്ടേ. സവാള ഇതാ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വാട്ടാനായിട്ട്. ചട്ടിയല്ല ചെമ്പട്ടി. സോറി, മൈ മിസ്റ്റേക്ക്. അപ്പോഴേക്കും സവാളയിലേക്ക് പൊടികളൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിട്ടോ. മോള് നോമ്പെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നിസ്കരിക്കാനൊക്കെ കയറി. ചിക്കൻ പൊരിക്കുകയാണ്. ഒടുക്കത്തെ മണം. തൈരും നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഉള്ളിയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നാവിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. തൈര് ഇവിടെ റെഡി ആക്കിട്ടോ. തൈര് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ നല്ലോണം മിക്സ് ചെയ്യും. കൊല്ലല്ലേ. അപ്പൊ തൈര് നല്ല ക്രീമി പരുവായിട്ട് വരും കേട്ടോ. നമ്മൾ മയോണൈസ് പോലെ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഉന്നക്കായ. അതിനായിട്ട് ഇതാ പഴം വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. ആവി കയറ്റാനാണ് പോകുന്നത്. നമ്മളിവിടെ സാധാരണ വെള്ളത്തിലിട്ടാണ് കേട്ടോ പുഴുങ്ങാറ്. പക്ഷെ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അത് പറ്റൂലല്ലോ. അതുകൊണ്ട് ഓട്ടപ്പാത്രമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആവി കയറ്റാൻ പോവാണ് കേട്ടോ. നമുക്കിവിടെ ഇഡലിച്ചണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റ്. ഇഡ്ഡലി ആരും കഴിക്കാറില്ല, ആർക്കും ഇഷ്ടമില്ല. ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം ആവി കയറ്റിയെടുത്ത് ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കുറച്ച് പാടാണ് കയ്യിൽ വെച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെ ഉന്നക്കായൻ്റെ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. 3-4 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഷേപ്പ് എന്നല്ല, നമ്മളിവിടെ ആദ്യമായിട്ടാട്ടോ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പല ഷേപ്പിലുമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ മിക്സ്ചർ. പഴം ഉടച്ചത്. പിന്നെ ഇത് ഫില്ല് ചെയ്യാനുള്ളതാട്ടോ തേങ്ങ. അയ്യോ, ഇതാ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചു. രാത്രിയിലേക്കുള്ള ചോറിനെ ഒരുക്കാനായിട്ട്. കാണുന്നുണ്ടോ എന്നെ? ആവി പറക്കുന്ന ചോറ് ഗൈസ്. മാഷാ അല്ലാ, ബാങ്ക് കൊടുത്തപ്പോൾ അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഉമ്മയുടെ വേറൊരു തരം സ്പെഷ്യൽ ചിക്കൻ പൊരിച്ച ബിരിയാണി കേട്ടോ. അതും കഴിച്ചപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ബൈ.